സ്നേഹം നിറഞ്ഞവരെ, ആവിലയിലെ വിശുദ്ധ അമ്മ ത്രേസ്യയുടെ മഠം സന്ദർശിച്ച കാൽവിൻ മില്ലർ എന്ന് പറയുന്ന ഒരു വ്യക്തി തൻ്റെ പുസ്തകത്തിൽ കുറിക്കുന്നത് ഇപ്രകാരമാണ്. ഈ മഠത്തിലെ ഒരു കുടുസുമുറിയിൽ ആവിലയിലെ അമ്മ ത്രേസ്യ ചില സമയങ്ങളിൽ ഉയർന്ന് പൊങ്ങുമായിരുന്നു. ഉയർന്ന് പൊങ്ങുന്നതിൻ്റെ കാരണമായിട്ട് ഇയാൾ കുറിക്കുന്നത് ഇപ്രകാരമാണ്. ഉള്ളിലുള്ള അനുഭൂതികൾ നിറയുമ്പോൾ, ദൈവത്തിൻ്റെ വസന്തം നിറയുമ്പോൾ, ഭൂമിയുടെ കെട്ടുപാടുകളിൽ നിന്ന്, ഭൂമിയുടെ അഴുക്കുചാലുകളിൽ നിന്ന്, ഭൂമിയുടെ ഗുരുത്വാകർഷണത്തിൽ നിന്ന് ഈ കന്യാസ്ത്രീ അമ്മ മോചിതയാകുന്നു. ദൈവത്തിലേക്ക് എത്തിച്ചേരാനുള്ള വെമ്പൽ. ഇന്ന് ആണ്ടുവട്ടത്തിലെ 22-ാം ഞായർ. മർക്കോസിൻ്റെ സുവിശേഷം 7-ാം അധ്യായം 1 മുതലുള്ള വരികളാണ് തിരുസഭ നമുക്ക് ധ്യാനത്തിനായിട്ട് നൽകുക. അതുപോലെ തന്നെ 1-ാം വായന നിയമാവർത്തന പുസ്തകത്തിലെ 4-ാം അധ്യായത്തിലെ 1 മുതലുള്ള വരികളും. ഈ 2 വായനയും നമ്മളോട് പറയുക വിശുദ്ധമായിട്ട് ജീവിക്കാനായിട്ടാണ്. 1-ാമത്തെ വായനയിൽ ദൈവം ഇസ്രായേൽ ജനത്തിന് കൊടുത്ത 10 കൽപ്പനകളെക്കുറിച്ച് പറയുന്നു. ഈ 10 കൽപ്പനകൾ കൊടുക്കുമ്പോൾ ദൈവം ഉദ്ദേശിക്കുന്ന 2 കാര്യങ്ങളാണ്. ഒന്ന്, അവർ നല്ലവരായിട്ട് ജീവിക്കാൻ. രണ്ടാമതായിട്ട് അവർ വാഗ്ദത്ത ദേശം കൈവശമാക്കാനായിട്ട്. എന്നാൽ ഇസ്രായേൽ ജനം ഈ 10 കൽപ്പനകൾ കൂട്ടിക്കൂട്ടി 613 കൽപ്പനകളായിട്ട് വികസിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ പശ്ചാത്തലത്തിൽ വേണം നമ്മൾ ഇന്ന് സുവിശേഷം വായിക്കാനായിട്ട്. സുവിശേഷത്തിൽ ഈശോയുടെ അടുത്തും ശിഷ്യന്മാരുടെ അടുത്തും കുറ്റം കാണാൻ കാത്തിരിക്കുന്ന ഫരിസേയരെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അവർ പറയുന്നു, ഈശോയും ശിഷ്യന്മാരും കൈ കഴുകാതെ ഭക്ഷണം കഴിക്കുന്നു എന്ന്. അപ്പോഴാണ് ഈശോ അവരോട് പറയുക, അകം നിങ്ങൾ വിശുദ്ധീകരിക്കുക. പിന്നീട് തുടർന്നുള്ള വചനങ്ങളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും, 13 തിന്മകളാണ് ഹൃദയത്തിൽ നിന്ന് പുറപ്പെടുക എന്ന് പറയുന്നു. ഈശോ പറയുന്നുണ്ട്, ഒരുവനെ അശുദ്ധനാക്കുന്നത് പുറത്തെ കാര്യങ്ങളല്ല, മറിച്ച് അവൻ്റെ ഹൃദയത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഈ തിന്മകളാണ്. 13 തിന്മകൾ. അതുകൊണ്ടാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുക, ഹൃദയം കുറച്ചുകൂടി വിശുദ്ധമുള്ളതാക്കി മാറ്റുക. ഒന്ന്, ഉള്ളിലേക്ക് പ്രവേശിക്കുക. ഇന്ന് പുറമോടികളും പുറത്ത് അഴകുള്ളതാക്കി മാറ്റാനായിട്ടുള്ള പരിശ്രമത്തിലാണ് നമ്മളെല്ലാവരും. എന്നാൽ ഹൃദയം വിശുദ്ധിയുള്ളതാക്കി മാറ്റുന്നുണ്ടോ? ആവിലയിലെ അമ്മ ത്രേസ്യയുടെ ഒരു പുസ്തകമുണ്ട്, ഇന്നർ കാസിൽ എന്നാണ് അതിൻ്റെ തലക്കെട്ട്. ഹൃദയത്തിൽ വിശുദ്ധമായ ഒരു കൊട്ടാരം, പ്രൗഢിയുള്ള ഒരു കൊട്ടാരം പണിയുക എന്നത്. നമ്മുടെ ജീവിതത്തിൽ ഹൃദയം വിശുദ്ധീകരിക്കപ്പെടുമ്പോഴാണ് നമുക്ക് മറ്റുള്ളവരുടെ അടുത്ത് സന്തോഷത്തോടെ പെരുമാറാൻ, കാപഢ്യങ്ങളില്ലാതെ ജീവിക്കാനായിട്ട് സാധിക്കുക. എൻ്റെ ഹൃദയത്തിൽ ഈഗോ അവസാനിക്കുന്നിടത്ത് ഈശോ വന്ന് ചേരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ വായിച്ചു ധ്യാനിക്കേണ്ട മറ്റൊരു വചനമാണ് സങ്കീർത്തനം 15-ാം അധ്യായം. ഇന്ന് നമ്മൾ പ്രതിവചന സങ്കീർത്തനമായിട്ട് പറയുക അതുതന്നെയാണ്. കർത്താവേ, അങ്ങയുടെ കൂടാരത്തിൽ നീതിമാൻ എന്നേക്കും വസിക്കും. ആരാണ് ഈ നീതിമാൻ എന്ന് പറയുക? കാപഢ്യങ്ങളില്ലാതെ ജീവിക്കുന്ന ഒരു വ്യക്തിയുടെ പേരല്ലേ നീതിമാൻ എന്ന് പറയുക. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കാപഢ്യങ്ങൾ പലപ്പോഴും ഉണ്ട്. പലരോടുള്ള സ്നേഹപ്രകടനങ്ങളൊക്കെ പലപ്പോഴും എന്തെങ്കിലുമൊക്കെ കിട്ടാനായിരിക്കും, അല്ലെങ്കിൽ പലപ്പോഴും അവരുടെ അടുത്ത് കള്ളത്തരങ്ങളായിട്ടായിരിക്കും. എന്നാൽ ഈശോ പറയുക, ഹൃദയം വിശുദ്ധീകരിക്കാനായിട്ടാണ്. ആ ഹൃദയത്തിൽ ഒരു നന്മയുണ്ടെങ്കിൽ മാത്രമാണ് പുറത്ത് ഒരു വിശുദ്ധമായൊരു മുഹൂർത്തം നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കുക. നമ്മൾ ചിന്തിക്കുക, അകത്തെ മനുഷ്യരാണോ അല്ലെങ്കിൽ നമ്മൾ പുറത്തെ മനുഷ്യരാണോ എന്നത്. ലിയോ ടോൾസ്റ്റോയിയുടെ തൻ്റെ ജീവിത ദർശനങ്ങളെല്ലാം സമാഹരിച്ച ഒരു പുസ്തകത്തിൻ്റെ പേര് പ്രകാരമാണ്, ദ കിങ്ഡം ഓഫ് ഗോഡ് ഈസ് വിത്തിൻ യു. ദൈവരാജ്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ഹൃദയത്തിലാണ്. ആ ദൈവരാജ്യം ഹൃദയത്തിൽ വസന്തമായിട്ട് മാറിയാൽ അത് നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ഹൃദയത്തിൽ ഒരു വിശുദ്ധി ഉണ്ടാക്കാനായിട്ട് സാധിക്കട്ടെ. അതുപോലെ തന്നെ പ്രാർത്ഥന എന്ന് പറയുന്നത് എന്താണ്? പ്രാർത്ഥന ഈസ് എ ക്വാളിറ്റി സെൽഫ് ടോക്ക് എന്ന് പറയുന്നു. നമ്മൾ വാചാലമായിട്ട് പ്രാർത്ഥിക്കുന്നതിനേക്കാൾ ഉപരിയായിട്ട് ഒന്ന് ഹൃദയത്തിലേക്ക് ഇറങ്ങിച്ചെല്ലണം. ഞാൻ ആരാണ്? ഞാൻ നിൽക്കുന്ന അവസ്ഥകൾ എന്താണ്? എൻ്റെ ലക്ഷ്യം എന്താണ് എന്നൊരു തിരിച്ചറിവ് ഉണ്ടാകണം. ആ ഒരു പ്രാർത്ഥനയുടെ മനനമില്ലെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളൊക്കെ
എന്തെങ്കിലുമൊക്കെ ദൈവത്തിൽ നിന്ന് ചോദിച്ചു വാങ്ങാനുള്ള ഒരു അവസരമായിട്ട് പ്രാർത്ഥന അവസാനിച്ചു പോകും. എന്നാൽ പ്രാർത്ഥന എന്ന് പറയുന്ന എൻ്റെ ആത്മീയ ജീവിതത്തിന് കുറച്ചുകൂടി മെച്ചപ്പെട്ടതാക്കി മാറ്റി എൻ്റെ ആത്മീയ ജീവിതത്തെ അഴകുള്ളതാക്കി മാറ്റാനുള്ളൊരു ക്ഷണമാണ്. അതിനുവേണ്ടി കുറച്ചൊക്കെ ഒന്ന് മെഡിറ്റേഷനിലൂടെ കടന്നു പോവുക. അല്പനേരമെങ്കിലൊക്കെ സ്വസ്ഥമായിട്ടിരുന്ന് ദൈവവുമായിട്ട് ചേർന്ന് നിന്നുകൊണ്ട് ഒരു സംഭാഷണം നടത്തുക. ദൈവമേ, ഞാൻ എന്താണ്? ഞാൻ ഇങ്ങനെയൊക്കെ മതിയോ? എൻ്റെ ജീവിതത്തിൽ പരിവർത്തനമുണ്ടാകണ്ടേ? അതുകൊണ്ട് അങ്ങനെ ദൈവത്തോടൊരു കിന്നാരം പറയുന്ന ഒരു വ്യക്തികളായിട്ട് മാറുക. ഗുരു നിത്യചൈതന്യയതിയുടെ ഒരു പുസ്തകത്തിൻ്റെ പേര് പ്രകാരമാണ് ഉള്ളിൽ വന്ന് കിന്നാരം പറയുന്നവർ. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തോട് ഇങ്ങനെ സംസാരിക്കുമ്പോഴാണ് കുറച്ചുകൂടിയൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകുക. പ്രാർത്ഥന എന്ന് പറയുന്നത് ക്വാളിറ്റി സെൽഫ് ടോക്കാണ്. നമ്മളും ദൈവവുമായിട്ടുള്ള ആ സംഭാഷണത്തിൽ എൻ്റെ ഉള്ളിലേക്ക് തന്നെ പറയുന്ന, എൻ്റെ ഉള്ളിലേക്ക് തന്നെ ഒന്ന് ചിന്തിക്കുക. അവിടെയാണ് ഹൃദയത്തിൽ വിശുദ്ധി ഉണ്ടാവുക. അവിടെയാണ് ഹൃദയത്തിൽ തെറ്റുകൾ അറിഞ്ഞ് അത് തിരുത്താനായിട്ട് സാധിക്കുക. ഇന്ന് സുവിശേഷത്തിലെ 13 തിന്മകളെക്കുറിച്ച് ഈശോ പറയുമ്പോൾ ഈ 13 തിന്മകളും പുറത്തോട്ട് ചാടിയാൽ വലിയ അപകടം തന്നെയാണ് ഈ സമൂഹത്തിനും നമുക്കും കൊടുക്കാനുള്ളത്. അതുകൊണ്ട് ഉള്ള് ഒന്ന് വിശുദ്ധമാക്കാൻ, അകം അഴകുള്ളതാക്കി മാറ്റാനായിട്ട് നമ്മൾ ക്ഷണിക്കപ്പെടേണ്ടിയിരിക്കുന്നു. അകം അഴകുള്ളതാണോ അഴുക്കുള്ളതാണോ എന്ന് നമുക്ക് ചിന്തിക്കാം. എല്ലാവർക്കും അകം അഴകുള്ളതാക്കി മാറ്റി അങ്ങനെ മറ്റുള്ളവർക്ക് വെട്ടം പകരുന്ന വ്യക്തികളായിട്ട് മാറാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ദൈവം ഏവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.